ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സർബത്ത് സോഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്നൊരു സോഡയാണ്. പുറത്തൊന്നും പോയിട്ട് നമുക്കിങ്ങനെ സോഡ കുടിക്കേണ്ട ആവശ്യം തന്നെയില്ല, വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരൊന്ന് നമുക്ക് ഈ ഗ്ലാസ്സിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും നാരങ്ങയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആദ്യം ഒന്ന്. അപ്പോൾ നാരങ്ങയും പഞ്ചസാരയും കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സർബത്ത് സോഡ ഉണ്ടാക്കിയത് ഒരു ഗ്ലാസ് മാത്രമാണ് കേട്ടോ. അതിൻ്റെ ഒരു അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്കസ് ഞാൻ നേരത്തെ തന്നെ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കസ്കസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സർബത്ത് സോഡ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പ് തുറന്നതിനൊക്കെ ശേഷം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സോഡ കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.